പൊന്നിനു പോണോരേ കടലിനക്കരെ. ഹലോ ഹലോ, ഇനി മീനെ ഞാൻ പറയുന്ന കേട്ട്. ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് നിന്റെ അച്ഛൻ എന്നെ ഇഷ്ടപ്പെടും, എന്റെ വീടും എല്ലാം ഇഷ്ടപ്പെടും. പിന്നെ വേറൊരു കാര്യം, ഇപ്പോഴും അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരരുത്. എൻ്റെ അമ്മുമ്മയുണ്ട്, ഒരു വൃത്തികെട്ട സ്ത്രീയാണ്. എവിടെ എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അമ്മുമ്മയെ 2-3 വീട്ടിൽ അപ്പുറത്തെങ്ങാനും കൊണ്ടാക്കിയിട്ട് നിനക്ക് ഞാൻ സിഗ്നൽ തരാം. അപ്പൊ അച്ഛനെ കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടാ. ഓക്കെ. അയ്യോ, കടലിൽ കരച്ച് കയറുവാന്ന് തോന്നുന്നു കേട്ടോ. ദൈവമേ, സുനാമി എന്നോ കടലരച്ച് കയറുന്നു. അമ്മ കഞ്ഞി കയറ്റിയ സൗണ്ട് ആയിരുന്നോ ഇത്? നീ പിന്നെ എന്നാ വിചാരിച്ചേ? ഞാൻ അവിടുത്തെ കടലരമ്പി വരുമായിരിക്കും. അമ്മമ്മയുടെ ഉദ്ദേശം എന്തു അമ്മമ്മ? എനിക്ക് മീൻ വറുത്ത കൂട്ടി കഞ്ഞി ഒന്ന് കുടിക്കണം. അതിനകത്ത് മീൻ വറുത്ത ഇല്ലല്ലോ. ഈ കിടക്കുന്ന പിന്നെ എന്നാ മീൻ വറുത്തത്? അയ്യോ, തുരുമ്പെടുത്ത പിച്ചാത്തി. അത് തുരുമ്പെടുത്ത പിച്ചാത്തിയല്ലേ? ഒന്നരക്കറി ചപ്പാത്തി എവിടെ? ഞാൻ കണ്ടിട്ടില്ല. ഇത് ചെവി കേൾക്കത്തില്ലേ? എന്റെ ദൈവമേ, ഇത് പിച്ചാത്തിയായിരുന്നോ? പിന്നെ എടാ, കണ്ണും മറ്റും കാണാൻ മേലാതെ എടുത്തോണ്ട് വന്നത്. ദൈവം ഇതെടുത്ത് കുടിച്ചേച്ച് ഇവിടെ എങ്ങാനും ഇപ്പൊ പെടലി കണ്ടിച്ച് പോയി കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഒരു നഷ്ടം സംഭവിക്കുമല്ലായിരുന്നോ? അമ്മച്ചി ആകുമായിരുന്നോ? അല്ലെന്ന്. പിന്നെ ഈ കഞ്ഞിയെല്ലാം കൂടെ ഇല്ലേ കൂടെ പോകുമല്ലായിരുന്നോ? എന്തായാലും ചാകുന്നതിനെ പറ്റി പറയരുത്, കത്തി പോകുന്നതിനെ പറ്റിയാണ്. അതൊരു വടയെല്ലാം നിന്നിട്ട് ചമ്മന്തി മാത്രമേ ഉള്ളൂ. അത് അമ്പലത്തിലെ ചന്ദനമാണ്. ചന്ദനമായിരുന്നോ? തിന്നണമെന്നേ ആഗ്രഹമുള്ളത്. അല്ല, എന്നെ ഇപ്പൊ എന്നെ കഴിക്കണമെന്നേ ആഗ്രഹമുള്ളൂ. ഞാൻ നാണം കെട്ട് തൊലി ഉരിഞ്ഞിട്ട് വരുവാ. ഞാൻ എന്നാടാ രാജേന്ദ്രന്റെ മോടെ കല്യാണത്തിന് പോയത് നിങ്ങൾ? ഞാൻ പോയി. എന്റെ പൊന്നെ മോനെ, നല്ല കല്യാണം. ഇങ്ങനെ വേണം കല്യാണം നടത്താൻ. ഞാൻ 4 പ്രാവശ്യം കയറി ഉണ്ണുകയും ചെയ്ത് പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് ഞാൻ പൊതിഞ്ഞോണ്ട് വരികയും ചെയ്ത്. അവിടുത്തെ തമ്പിയായിരുന്നു അവിടുത്തെ പാചകം. ആ പുള്ളിയെ കൂടെ തിന്നാൻ വയ്യായിരുന്നു. എനിക്കറിയാൻ വേണ്ടി ചോദിക്കാം. അമ്മമ്മ, നമ്മളെ ആ കല്യാണം വിളിച്ചിട്ടില്ല. കല്യാണം വിളിച്ചില്ല? ഇല്ലെന്ന്. അതുകൊണ്ട് പിന്നെ രാഘവൻ നമ്മുടെ വീടിന്റെ അതിലെ കൂടെ പോയതോ? പുള്ളി പശുവിനെ കുളിപ്പിക്കാൻ പോയതല്ലേ? എന്തൊരു നാശമാണ് ആലോചിച്ച്. ഞാൻ ഓർത്ത് കല്യാണം വിളിച്ചെന്നാ ഓർത്ത്. ഞാനാണ് ആ പുള്ളിയുടെ തന്തേടെ 500 കടവും മേടിച്ചു. പണി അമ്മ, നിങ്ങളെ കൊണ്ട് എനിക്കൊരു സൗകര്യമില്ല. ഞാനിത് എന്തോ ചെയ്തെന്ന് ഞാൻ എന്റെ കരക്കാരൻ നിങ്ങൾ തന്നെ തള്ളയില്ലാതെ വളർത്തിയത്. ഞാൻ അവനിപ്പോ ഞാനിവിടെ ഭാരമായി. എന്റെ അച്ഛനും അമ്മ എന്തിനാ എന്നെ വിട്ടിട്ട് പോയി? എന്നെ കൂടെ കൊണ്ടുപോകാൻ വയ്യായിരുന്നോ? പിന്നെ അവരോടെ കറങ്ങാൻ പോയതല്ലേ, എന്നെ കൂടെ കൊണ്ടുപോവാ. അങ്ങോട്ട് കൊണ്ടുപോവാ. അമ്മച്ചി, അമ്മച്ചി, ഒരു കാര്യം ഞാൻ പറഞ്ഞു. എന്നതാ നിനക്കിപ്പം? ലില്ലി ആന്റിയുടെ വീട്ടിൽ പോയി 2 മണിക്കൂർ ഒന്ന് ഇരിക്കാവോ? ഞാൻ പോകുന്നില്ല. അവിടെ ഒന്നും വീട്ടിലോട്ട് പോ. അമ്മച്ചി, കുഴപ്പമില്ല. അമ്മച്ചി ഒന്ന് പോയി. ഞാൻ നമ്മുടെ ഒന്നും അവിടെ ഒന്നും വീട്ടിൽ പോകാൻ പറ്റത്തില്ല. കയറാൻ പറ്റിയ വീടല്ലെന്നത്. അവിടെയൊക്കെ ടൈലിട്ടൊക്കെ എന്റെ കാലിക്കള് വരും. മാത്രമല്ല, ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോ ലില്ലിയുടെ കെട്ടിയാണ് എന്നെ ഒരുമാതിരി നോട്ടവും അതുമെല്ലാം. നമ്മള് വല്ലം വർത്താനം പറയും, നാട്ടുകാർ കണ്ടാ വേറെ വല്ലം പറയും. ഇന്നത്തെ കാലമാ അതാ ഈ പറയുന്നത്. പുള്ളി ഡീസന്റ് മനുഷ്യനാണ്. പുള്ളി ഡീസന്റ് ആയിരിക്കും, പക്ഷെ എന്നെ എനിക്ക് വിശ്വാസമില്ല. ഞാൻ വല്ല പിടിച്ച തീർക്കാൻ വിളിച്ചു പറയാം. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. എന്റെ അമ്മച്ചി, ഞാൻ മുഖത്തടിച്ചൊരു കാര്യം ഞാൻ പറയാം. എന്നതാണോ നിനക്ക്? എന്നതാ നിനക്ക്? എനിക്ക് 41 വയസ്സുണ്ട്. അതിനിപ്പോ ഞാനെന്നാ എന്റെ എല്ലാ കല്യാണ ആലോചന മുടങ്ങുന്നത് നിങ്ങൾ ഒറ്റ ഒരുത്തി കാണണമാണ്. പിന്നല്ലേ തന്നെ തള്ളയില്ലാതെ വളർത്തി ഞാൻ അവന്റെ കല്യാണം മുടക്കുന്നതാണ്. കല്യാണം നിങ്ങൾ പയ്യെ ഒന്ന് കരുതല്ല, ആലോർക്ക് നിങ്ങൾ ഞാൻ തല്ലി കൊല്ലുമായിരിക്കും. മാനങ്ങി വാടാ, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിന്റെ കല്യാണം മുടങ്ങുന്നത് ഞാൻ കാരണമല്ല. പിന്നെ എടാ കുഞ്ഞ, ഈ പെണ്ണ് കാണാൻ വേണ്ടി ചെല്ലാൻ നേരത്ത് നിന്നെക്കാട്ടിലും കാണാൻ കൊള്ളത്തില്ലാത്തവന് വേണം കൂട്ടത്തിൽ കൊണ്ടുപോകാൻ. സൗന്ദര്യം ഉള്ളവനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ ശ്രദ്ധ തെറ്റും. മനസ്സിലായോ? മനസ്സിലായി. അല്ല, നിന്നെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, ഈ കരയെന്ന് ആരെ വിളിച്ചോണ്ട് പോകാനല്ലേ? അത് തന്നെ. ആകെ കൂടെ സൗന്ദര്യം ഇല്ലാത്ത നീ മാത്രമല്ലേ ഉള്ളു. പിന്നെ ആകെ ഉള്ളത് ഒരു കരയാമയെ വിളിച്ച് പെണ്ണ് കാണാൻ പോകാൻ പറ്റുമോ? അല്ല, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ പ്രായമാണല്ലോ സാൾട്ടസ്. സാൾട്ടസ് ആണോ? അവനും 40. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചെന്നോ. അവന്റെ ഭാര്യ 3 പ്രസവിച്ച്. എന്നിട്ട് ഇളയും കുഞ്ഞിനെയും പിടിച്ചോണ്ട് ആ ടെറസിന്റെ മേളിൽ ചെന്ന് എന്നെ പൊക്കി കാണിക്കും. കൈ പൊക്കി കാണിക്കുന്ന സമയത്ത് എനിക്കും ആഗ്രഹമില്ല അമ്മമ്മ. കുഞ്ഞിനെ ഒന്ന് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എന്റെ മാനി, അത് അമ്മച്ചോട് പറയണ്ട. ഞാൻ എത്ര നാളുകൊണ്ട് അമ്മച്ചോട് ഞാൻ പറയുന്നത്? എന്റെ മാന അമ്മയോട് പറഞ്ഞാലല്ലേ അമ്മയ്ക്ക് അമ്മയോട് പറയണം, എന്നാലേ അമ്മച്ചിക്ക് മനസ്സിലാവൂ. അമ്മച്ചോട് ഞാൻ പറഞ്ഞില്ലേ അമ്മച്ചി? കൊച്ചിനെ ഇവനൊന്ന് എടുക്കണോന്ന്. അങ്ങനല്ല, പിന്നെ എന്റെ ചോരയെ പിറന്ന ഒരു കുഞ്ഞിനെ എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമില്ല. അങ്ങനെയായിരുന്നു. അതിപ്പോ സാൾട്ടസിന്റെ ഭാര്യയോട് പറഞ്ഞാ പോലെ. ആ കൊച്ചിനൊക്കെ എന്തിനാണ് വിളിക്കുന്നത്? അവള് ബ്രോക്കർ അല്ലേ? അവളോട് പറഞ്ഞ നിനക്ക് പറ്റിയൊരു പെങ്കൊച്ചിനെ അവള് കെട്ടിച്ചേർത്തില്ല. വേണ്ട, ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്റെ മീനെ ഞാൻ നെഞ്ചത്തോട് ചേർത്ത് വെക്കാൻ തീരുമാനിച്ചു. ചെതുമ്പല് മണക്കുമല്ലേ മീന
ഞാൻ പ്രേമിക്കുന്ന പെണ്ണാ. പ്രേമമൊക്കെ ഉണ്ടോ? മീന. നല്ല നല്ല. പപ്പയും മീനയും കൂടെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ അത് തിന്നേച്ച് നമുക്ക് ബാക്കി കാര്യം നടക്കാം. കപ്പയും മീനും കൊണ്ടുവരുന്നുണ്ടോ? കപ്പയും മീനും അല്ല, പപ്പയും മീനും കൂടി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അച്ഛൻ അവിടെ അച്ഛൻ. ഓ മനസ്സിലായില്ലേ? നല്ല കൊച്ചാന്നോടാ. ഏതാ? നല്ല പെങ്കൊച്ചു വല്ല ആണോ? എന്റെ അമ്മുമ്മേ, കണ്ടു കഴിഞ്ഞ നമ്മൾ മുഖത്തൂന്ന് കണ്ണെടുക്കും. അത് വേണം കാര്യം. മറ്റുള്ളവര് നമ്മുടെ ആ കൊച്ചും നീയും കൂടെ പോകുമ്പോ അവരാരും കളിയാക്കരുത്, അത്രേ ഉള്ളൂ. ഈ കരയിൽ അങ്ങനത്തെ ഒരു പെണ്ണില്ല. അങ്ങനെയാ? പിന്നെ ഉണ്ടോ അവിടെ ഫോട്ടോ? ഫോട്ടോ ഉണ്ടോ? നോക്കട്ടെ അമ്മാമ, ഒന്ന് നോക്കട്ടെ അമ്മാമ. ഉമ്മയുടെ അനുഗ്രഹം വേണം. തുണിയും മണിയൊന്നുമില്ലടാ. അയ്യോ, മാറിപ്പോയി. ഇത് കൊള്ളാം. നല്ല പെങ്കൊച്ച, നല്ല പെങ്കൊച്ച കേട്ടോ. നല്ല നല്ല പെണ്ണ, നല്ല പെണ്ണ. നല്ല പെണ്ണ. അപ്പോഴേ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാ നമുക്ക് ചെറിയ ജാതകദോഷമുണ്ട്. ജാതകദോഷോ? ജാതകദോഷം ഉള്ളവളെ ഞാനത്തെ പെരക്കകത്ത് കയറ്റുമല്ല. എന്റെ കുടുംബം നിലപൊത്തിക്കാൻ ഞാൻ സമ്മതിക്കുകയല്ലെന്ന്. കുടുംബോ? ഈ കാണുന്നോ? ഒരു കഴിക്കൊല്ലും കൂടെ ചെതല് തിന്നാൽ ഞങ്ങളുടെ കുടുംബം അതപ്പതിക്കുക, ഇവിടെ വീഴുക കുടുംബം. റെഡിയാക്കണ്ട. എത്ര പ്രാവശ്യം നിങ്ങളോട് ഒന്നും പറയാനൊന്നും വേണ്ട. ഈ ജാതകദോഷം ഉള്ളവളെ ഈ വീട്ടിൽ കയറ്റിയ ഞാൻ ഈ കുടുംബത്തെ ഞാൻ കേട്ടതില്ല. മാത്രമല്ല എന്റെ ഒരു തരി സമ്പാദ്യം ഞാൻ അവക്ക് കൊടുക്കുകയില്ല. അത് അല്ലാമ എന്നാ പറയുന്നത്? ഒരു തരി സമ്പാദ്യം ഞാൻ കൊടുക്കുകയല്ല അവക്ക്. എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ പുള്ളിക്കാരിയുടെ സമ്പാദ്യം എന്ന് പറഞ്ഞ ഈ ട്രങ്ക് പെട്ടി പോലുള്ള തകിട. ഇതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും കയ്യിലിരിപ്പുണ്ട്? ഇല്ല, ഞാൻ ഇവിടെ കേട്ടിട്ടില്ല. അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വേറെ നിസ്സാര കേസ് കിട്ടും. അത് ഞാനിപ്പോ പൂജാരിയുടെ അടുത്ത് അന്വേഷിച്ചു. ഈ മൂലത്തിൽ അത്തം പറ്റുമോ? ഇല്ല മാന, അത് പറ്റുമല്ല. കാരണം എന്നാ അതിങ്ങനല്ലേ ഇരിക്കുന്നത്. അവിടെ വെച്ച് കഴിഞ്ഞാൽ താഴെ പോകും. നക്ഷത്രത്തിന്റെ കാര്യം നക്ഷത്ര വീടല്ലോ. എല്ലായിടത്തും കൊണ്ടു കയറിയ പിന്നെ അതിന്റെ പറയാൻ പോകേണ്ട വരത്തില്ലേ? ദൈവമേ, എനിക്ക് നല്ല ആഹാരം വെച്ചു ഞാൻ ഇത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇപ്പൊ ഈ ഇതാ പിടിയെന്നും പറഞ്ഞ ഒരു പെണ്ണ് കെട്ടേണ്ട കാര്യം ഉണ്ടോ? അല്ല, ഉണ്ടോ നിനക്ക്? 41 വയസ്സ്. എന്റെ മുഖത്തോട് നോക്കിയമ്മ ഒട്ടി കീറിയല്ലോടാ കണ്ണിന്റെ സൈഡൊക്കെ. ഇനി വന്ന വേറെ ഒരു കാര്യം പറയാം. ഞാൻ പറയുന്നത് ഇപ്പൊ നിനക്ക് കല്യാണത്തിന്റെ ആവശ്യമില്ല. ഈ അമ്മച്ചി നിനക്ക് എല്ലാ കാര്യവും എന്റെ മക്കളെ നിങ്ങൾ കേൾക്കണം. വൈകിട്ട് കിടക്കാൻ നേരത്തെ കഞ്ഞിയും പയറും മാത്രമോ ഫ്രൈയും കൂടെ ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ. ഇവരുടെ ഫ്രൈ എന്താന്നറിയാവോ? ഉണ്ടമ്മള് അടുപ്പിലിട്ട് പൊട്ടിച്ചേരുക. അതാ ഫ്രൈ അല്ലേ? ഏത് തള്ളന്മാര് ചെയ്തു തരും. അതായത് ഞാനും ഞാൻ ചെയ്തു. ശരി, വൈകിട്ട് കഞ്ഞിയും പയറും ഓക്കെ. നിങ്ങൾ ഉച്ചയ്ക്ക് എന്താ തരുന്നത്? കഞ്ഞിയും പയറും. രാവിലെയോ? കഞ്ഞിയും പയറും. എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. നിങ്ങൾ സർക്കാർ സ്കൂളിലെ തള്ളയാണോ അതോ എന്റെ തള്ളയാണോ? എടാ, ഇതിപ്പോ വീട്ടിലുള്ളതല്ലേ ഉണ്ടാക്കി അങ്ങോട്ട് തരാൻ പറ്റുള്ളൂ. അല്ല, ഒരു പെങ്കൊച്ചു വന്നു കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ആകത്തില്ലേ? ഒരു പെങ്കൊച്ചു ഇവിടെ വേണ്ട. നീ ആ പെണ്ണിന്റെ കാര്യം ഇവിടെ വിട്ടേ. എന്റെ അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. അപ്പൂപ്പനോട് പറഞ്ഞു, അപ്പൂപ്പന് മനസ്സിലാവുക. അപ്പൂപ്പന്റെ കാര്യം പറയുന്നത് എനിക്ക് സങ്കടം വന്നു. നെഞ്ചു പൊട്ടു ആദ്യം കേൾക്കുമ്പോ. അത്തപ്പം കറിഞ്ഞിട്ടില്ല, കിടന്ന് കരയുക. അയ്യോ, വിളിക്കുന്നു. ഹലോ, അതെന്തൊരു ചതിയാ നീ കാണിക്കുന്നത്? ഇത് ചതിയായി പോയി കേട്ടോ. ഞാൻ കാണിച്ചു തരാം. എനിക്ക് ജീവനുണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്റെ പേട്ടുകളെ നിങ്ങൾ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ടുണ്ട്. കരുനാക്കാന്നു. എന്നോട്ടുള്ള കല്യാണത്തിന് അവിടെ അച്ഛന് ഇഷ്ടമല്ല പോലും. അവനെ ഒരു തമിഴ്നാട്ടിലെ ചെറിയ പയ്യനെ കൊണ്ട് കെട്ടിക്കാനുള്ള പരിപാടിയാ. അവൻ പോയി. ഇതിപ്പോ ഈ കഴിഞ്ഞടച്ചടച്ച ബമ്പർ ലോട്ടറിയുടെ അവസ്ഥയായി ഇവന്റെ കാര്യം. എന്തോ മലയാളികളെല്ലാം ബമ്പർ അടിക്കുമെന്നും പറഞ്ഞുള്ള പൈസ എല്ലാം കൊടുത്ത് ബമ്പർ എടുത്തെടുത്തെടുത്ത് അങ്ങ് ചെന്ന് അടിച്ചതോ തിരുപ്പൂരുള്ള ഒരു തമിഴന്. ഒരു കാര്യം ചെയ്, ഞാനൊന്നും കൂടെ ഒന്ന് വിളിച്ചു നോക്ക്. എനിക്ക് വേണ്ട, എനിക്ക് അവളെ വേണ്ട. എടാ, ചിലപ്പോ വേറെ വല്ല പ്രോത്സാഹന സമ്മാനം കാണുമെന്ന്. അമ്മച്ചി. സുരേഷ് ഗോപിയും MG സോമനും തകർത്തഭിനയിച്ച സൂപ്പർ ഹിറ്റ് മലയാള ചലച്ചിത്രം താലോലം. അയ്യോ, ദേ ലേലം എന്ന് പറഞ്ഞതാ, മാറിപ്പോയി. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ലെന്ന് എനിക്കറിയാം. ഞാൻ ആനക്കാട്ടത്തിൽ ചാക്കോച്ചി. ആനക്കാട്ടിൽ ചാക്കോച്ചി. എന്റെ സണ്ണിക്കുട്ടൻ ഒരു ആവശ്യം വന്നാ ഈ ചാക്കോച്ചി മുമ്പും പിമ്പും നോക്കില്ല. അവന്റെ പെങ്ങടെ ഒരു സ്ത്രീധന കേസിന് പൈസ വേണോന്ന് പറഞ്ഞപ്പം അങ്ങ് ആണ്ടിത്തട്ടി തേവരുടെ മുന്നിൽ ചെന്ന് നിന്ന് സ്പിരിറ്റ് കടത്തിയേച്ച് വരുന്ന വഴിയാ ഞാൻ. ചാക്കോച്ചി. ആ റവി, സുരേഷ് ഗോപി തന്നെ. നീ വന്ന കാര്യം പറയാം. ഇന്നലെ ലോറിക്കത് സ്പിരിറ്റോട്ട് വന്നില്ലായിരുന്ന? അത് ഈ പച്ചായൻ അറിഞ്ഞ് ഈ പച്ചായന്റെ കൂടും കൊടുക്കെടുത്താണ് അങ്ങോട്ട് വരുന്നുണ്ട്. ഒരൊറ്റ കീറി ഞാൻ വെച്ച് ആണ്ട്രവേ കഷവും കീറിയല്ലോ. ഇനി അപ്പച്ചൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആകെ മൊത്തത്തിൽ വിഷയമാകുമല്ലോ. ദൈവമേ. ലോകത്താദ്യമായിട്ടായിരിക്കും മെഴുകുതിരി ഒഴുക്കി സുഖം കയറുന്ന ഒരു മനുഷ്യനെ ഞാൻ കാണുന്നത്. അതെടുത്തോട്ട് കളാ, എന്നിട്ട് ഡയലോഗ് പറ. ചാച്ചാജി എപ്പോ വന്നു?
ചാച്ചാജിയോ എടാ കാലമാടാ ചാക്കോച്ചി. എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ? ഇങ്ങനെ കൃഷിക്കാര്യങ്ങളൊക്കെ നോക്കി സിനിമ മാറി, ഞാൻ ഉദ്ദേശിച്ചത് ക്യാരക്ടർ മാറി. അപ്പച്ചാ നീ തേവരെ പോയായിരുന്നോ? ഇല്ല, കത്രിക്കടവിന്റെ അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് ഞാൻ അങ്ങ് കേറിയില്ല. അതല്ല, പിന്നെ തേവരെ ആണ്ടിപ്പട്ടില് ആ അവിടെ പോയി കൗണ്ടറെ നീ അടിച്ചല്ലേ? ഇവിടെ അടിക്കാൻ കൗണ്ടറില്ല, പിന്നെ ആണ്ടിപ്പെട്ടി ചെന്ന് കൗണ്ടർ വീട്ടുന്നത്. ഒരക്ഷരം മിണ്ടരുത്, മിണ്ടിപ്പോവരുത്. ഞാൻ പറയാതെ ഒരക്ഷരം നീ മിണ്ടരുത്. ആ തേവര് രാവിലെ വിളിച്ചിട്ട് എന്റെ തുണി ഉരിഞ്ഞു പോയി. പറയടാ. അല്ല, ഇയാൾ തന്നെ കളിക്കുമെന്നാ ഞാൻ വിചാരിച്ചു, എന്നോടൊന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞപ്പോ. തേവരുടെ കാര്യം ഇവിടെ മിണ്ടിപ്പോവരുത്. ഞാൻ ആന്റിപ്പെട്ടി ചെന്ന് കഴിഞ്ഞപ്പോ പുള്ളി എന്നോട് പറയുക, അപ്പച്ചി തങ്കച്ചി വരദക്ഷിണ ഇന്ന് നീട്ടി ഒരു തുപ്പും. ഇത് കണ്ടോ കാണിച്ചു വെച്ചേക്കുന്നേ, തുപ്പി കുണം വരുത്തി കളഞ്ഞു പുള്ളി. ഞാനവിടെ ഇറങ്ങി പോന്നു. ഞാൻ തെങ്കാശി ഒരു കാര്യം മനസ്സിലാക്കണം. തെങ്കാശിയോ? ചാക്കോച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. ഇത്രയും പൈസയുടെ ആവശ്യം നിനക്ക് എന്തായിരുന്നു? അപ്പച്ചാ, സണ്ണിയുടെ പെങ്ങക്ക് ഡിസ്കവറിക്ക് ഒരു ആവശ്യം വന്നപ്പം ഞാൻ മിണ്ടും പൊമ്പും ഒന്നും നോക്കിയില്ല. നീ എന്താ ഉദ്ദേശിച്ചത്? ശ്രീധനത്തിന്റെ ഇംഗ്ലീഷ് പറഞ്ഞതാ ഡിസ്കവറി. കഷ്ടം, അതങ്ങനല്ല പറയേണ്ടത്. പിന്നെ ഡയറി. ഈ വർഷത്തെയാണോ? ശ്രീധനത്തിന്റെ ഇംഗ്ലീഷാണ് ഡയറി. എന്റെ അപ്പച്ച, ഇംഗ്ലീഷ് ഒന്ന് വാക്ക് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സംസ്കാരമുണ്ടോ? നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം വേണം. ആനക്കാട്ടിൽ ഈ പച്ചന ചമ്മന്തി ഒരു കാര്യം മനസ്സിലാക്കണം. നീ പോറാവേ, നീ എന്നെ ചോമലിക്ക് വന്ന് എന്റെ പേര് വിളിച്ചു. മണിക്കുട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. ചാക്കോച്ചി എന്ന് പറയൂ. ചാക്കോച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പച്ചം പള്ളിക്കുടുത്തി പോയിട്ടില്ല. അതെന്തെല്ലാം സ്ക്രിപ്റ്റ് എഴുതാനിരുന്നപ്പോൾ ഞാൻ കണ്ടായിരുന്നു. അല്ലെ, റേഞ്ചർ സാഹിബ് എഴുതാൻ പറഞ്ഞപ്പോഴത്തേക്ക് കക്കൂസിനകത്ത് കയറി കഥ കടച്ചിരിക്കുമല്ലായിരുന്നു. ആ കാര്യം പറഞ്ഞ മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. എന്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് 2 തുണ്ടവാക്കിട്ട് എന്റെ അപ്പൻ ജയിലിൽ കയറുമ്പോ എനിക്ക് 9 വയസ്സ്. 9 വയസ്സെന്ന് പറയുമ്പോ എന്നാ പ്രായമുണ്ട്, ചെറുതല്ലേ. വീടിനെ അത് അന്നേരത്തെ സാഹചര്യത്തിൽ പുള്ളിക്ക് അങ്ങനെ പറ്റിയതായിരിക്കും. വീട് പോട്ടെ. പിന്നെ അമ്മച്ചിയാ വളർത്തി കേട്ടോ. കഷ്ടം, അമ്മച്ചി വളർത്തുമായിരുന്നു. വേറെ വീട്ടിലൊക്കെ പോയി തേച്ചു മുഴക്കാൻ നിൽക്കും. അങ്ങനെ വളർത്തി മൂത്ത പെങ്ങളെ കെട്ടിച്ചു വിട്ടു. എവിടെ കെട്ടിച്ച്? കട്ടപ്പനെ. നിങ്ങൾ അങ്ങോട്ടൊക്കെ പോകാറുണ്ടോ? അതോ ഇല്ല, അവളെ ഇവിടെ കൊണ്ട് നിർത്തിയേക്കുക. അതിനെ പറ്റി 1,00,000 രൂപ കൊടുക്കാനുണ്ട്. ശ്രീധന പൈസ. നമ്മൾ ഇതൊക്കെ പറയുന്നു, ഓരോരോ വീട്ടിൽ എന്നൊക്കെ വിഷയങ്ങൾ നടക്കുന്നല്ലേ. അതെ. ആള് നോക്കി ഈ പശം പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അതെന്റെ സ്റ്റീഫൻ ദേവസി ഒരു കാര്യം മനസ്സിലാക്കണം. തനിക്ക് പറയാൻ പറ്റും, അത് കിട്ടുന്നില്ലാത്തോണ്ടാ. അങ്ങനെയാണ് ഞാൻ അനിൽകുമാർ അനിൽകുമാർ വിളിപ്പിളി. അനിൽകുമാർ ഒരു കാര്യം മനസ്സിലാക്കണം. പറയപ്പച്ചാ. മീനച്ചാറി കിടന്ന് താങ്ങിട്ട് മീനച്ചിലാറ് നീന്തി കിടന്ന് കാട്ടി കള്ളവാറ്റി തുടങ്ങുമ്പോ പോലീസുകാർ കാണും അവിടെ ഇഷ്ടം പോലെ. ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് എന്നെ പിടിച്ചു കേട്ടോ. ഞാൻ മീനച്ചിലാറ് ഇങ്ങനെ പതച്ച് നിൽക്കുക. ഇവരെല്ലാരും നോക്കി ഒറ്റ മുങ്ങിച്ച രക്ഷപ്പെട്ടു. ഇല്ല, പിന്നെ മണല് വാരി കയറി വന്ന ശശിന്റെ തോളെ ഞാൻ നിൽക്കുക. പിന്നെ അവരെല്ലാരും പിടിച്ചെന്നെ. മറ്റേത് പറ. ഏതാ? മീനച്ചിലാറ് നീന്തി കിടന്ന് കാട്ടി കള്ളവാറ്റി തുടങ്ങുമ്പോ നിങ്ങൾ എന്തിനാ ഈ ആറ്റിൽ കൂടെ നീന്താതെ നിങ്ങൾ ആ പാലത്തിൽ കൂടെ കയറി പോന്നി? ആ പാലത്തിൽ കൂടെ കയറി കാട്ടി കള്ളവാറ്റി തുടങ്ങുമ്പോ ചക്കരയും കുടവും കൊഴലപ്പവും മേടിക്കാൻ പൈസ മിച്ചറും കൂടെ കപ്പാവർത്തോടെ മേടിച്ചോണ്ടിരുന്നു. ചക്കരയും കുടവും കുഴലും കുഴലും മേടിക്കാൻ പൈസ തന്നത് പള്ളിയും പട്ടക്കാരും ഒന്നും അല്ല. പിന്നെ കണ്ടോടത്ത് കള്ളു പാട്ടിനോടത്ത് പള്ളിക്കാർ സംഭാവന പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? എടോ, നിങ്ങൾ അവിടെ ആരെ കെട്ടിക്കാൻ വേണ്ടി പോകുന്നു? ഇതിനൊക്കെ പള്ളിക്കാരോ പൈസ അറിഞ്ഞത്? അല്ല, അങ്ങാടി തെണ്ടിപ്പെറിക്കാൻ ഒരു പീറത്തള്ള. എനിക്കറിയാം അമ്മണിയമ്മ. ഇനി ആ തള്ള നമ്മുടെ വീടിന് എവിടെങ്ങാനും വന്ന് ആഹാരം കഴിക്കാതിരുന്ന ഞാൻ അവരെ ചവിട്ടി പുറത്താക്കി. ഞാൻ അതിന്റെ സ്മരണയ്ക്കാണ് ഈ പച്ചന്റെ വീടിന്റെ ഇന്ന് മുമ്പിൽ ബൊഫേ നടക്കുന്നത്. ബൊഫയോ? അന്നദാനം പഴയതല്ലേ, ബൊഫെ പുതിയതാണല്ലോ. കുഴപ്പമില്ല. ഓക്കെ അപ്പച്ചാ, എനിക്ക് അപ്പച്ചനോട് ഒരു കാര്യം പറയാനുണ്ട്. പറയടാ. നമ്മുടെ ആനക്കാട്ടിൽക്കാരെ തോപ്പിക്കാൻ വേണ്ടി കുറെ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനെയും ഞാൻ കണ്ടുപിടിച്ച അപ്പച്ചാ. എന്നാ എടുക്ക, വായിക്ക. ഫിഗർ അധികം നേരം പിടിക്കാൻ വയ്യാട്ടോ. ആണുങ്ങളിൽ ആണായ ബ്ലക്കാടി പ്രവാചകൻ കടയാടി രാഘവൻ ഇടുക്കി അബ്കാരി കടയാടി തമ്പി. ഇവിടുന്ന് ശബ്ദം കേട്ട്
എന്നാ കേട്ടെ? ട്രിർന്ന് ശബ്ദം. എവിടെ? അല്ല ഒരു പ്രാവശ്യം 2-3 പ്രാവശ്യം കേട്ടു. നോടി. എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ അല്ല നീ വായിച്ചത് അവിടുന്ന് അപ്പച്ചാ, ഇവന്മാരെ നമുക്ക് കീച്ചണം. എല്ലാത്തിനും നിരത്തി വെച്ച് ഇങ്ങനെ പട 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 എന്ന് വെടിവെച്ച് തീർക്കണോന്നാ ഞാൻ പറയുന്നത്. ജർമ്മൻ അല്ലയോടാ. വിട് നിക്കറ് കിട്ടി തപ്പിട്ട് കിട്ടാത്തോണ്ട് തുണി കിട്ടി വെച്ചേക്കോ. എടുത്തില്ലയോടാ. ഇല്ല, തോക്കെടുക്കാൻ പറ്റും. തോക്കില്ല, മറന്നുപോയി. നീ വേറെ പേരെല്ലാം കയറിപ്പിടിക്കും. നിന്റെ ഇളയത്തങ്ങൾ പറഞ്ഞു ഒരു നമ്പൂതിരി കൊച്ചിന്റെ കാര്യം. പാലപ്പത്തിന്റെ നിറവാ കല്യോടാ. ഞാനത് അപ്പച്ചനോട് പറയാനിരിക്കുവായിരുന്നു. പറയണ്ട, എനിക്കറിയാം അവിടെ പേര്. പറ. ഗൗളി. ഗൗളി അല്ലടോ, കഴുകൻ. തനിക്ക് വിദ്യാഭ്യാസം ഇല്ലെന്നോ എന്റെ അപ്പച്ചൻ ഗൗരി. ഗൗരി. പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുള്ളെന്ന് പറഞ്ഞാ പറയപ്പച്ച. ചുറ്റും ശത്രുക്കളാ. എനിക്ക് എത്രമാത്രം ആയുസുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ആരാ പിന്നിൽ നിന്ന് കുത്തുന്നെന്ന് പറയാനും പറ്റത്തില്ല. എന്റെ അപ്പച്ചനെ പിന്നീന്ന് കുത്തിയ ഈ കൂട്ടത്തിൽ ഏത് കടയാടി മോനാണെങ്കിലും ഞാൻ പറയട്ടെ, ആരാണെങ്കിലും ഇവനെ കോടതി കയറ്റുന്നതും നേരത്തെ നിർത്തി വിധി പ്രഖ്യാപിക്കുന്നതും ഈ ചാക്കോച്ചി ഒറ്റയ്ക്കായിരിക്കും. ജസ്റ്റ് ഇന്റർമിഷൻ. ഞാൻ പോടാ. അതെല്ലാം വലിച്ചു കുറച്ച് ഇടപോ. ഇടവള വരല്ലേ ഉള്ളൂ സോമൻ, നിനക്ക് അറിയത്തില്ലയോ അത്? അത് അങ്ങനെ പോലെ ഇവിടെ നിൽക്കേ. ഇല്ല, അങ്ങനെ പറ്റത്തില്ല. അത് ഞാൻ ഇവിടെ ഇടവള കഴിച്ച് നിന്ന് കഴിഞ്ഞാൽ ലോജിക്ക് മിസ്റ്റേക്ക് അല്ലേ? ഇതിന്റെ ക്ലൈമാക്സ് എന്തെങ്കിലും കാണിച്ചു വെച്ചിട്ട് പോട്ടെ. ഇവിടെ നിന്ന് ലോജിക്ക് മിസ്റ്റേക്ക് അല്ലേ? ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ നിന്ന് ഒരു സ്റ്റാൻഡപ്പ് അടിച്ചിട്ട് തടിയും കൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പൊ ബാപ്പുജി ഓടാനിൽ കുമാർ